ഇത് വായ്പയുടെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ താങ്കൾ നേരത്തെ ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് 636 കോടി രൂപയാണ്. ഞാൻ കൃത്യമായി കണക്ക് പറയാം. ഞാനൊന്ന് പറയട്ടെ, നിങ്ങളിപ്പോ ഈ പറയുന്ന കേസ് എന്താണ്? അതായത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംസ്ഥാനത്ത് കേന്ദ്രത്തിന്റെ വിഹിതമായി കിട്ടേണ്ട, ആരോഗ്യ വകുപ്പിൽ മാത്രം കിട്ടേണ്ട സാധാരണക്കാരായ രോഗികൾക്ക് പനി പിടിച്ചു പോയി മെഡിക്കൽ ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങുന്നതടക്കം NHMന്റെ കീഴിൽ കിട്ടേണ്ട 636.88 കോടി രൂപ എവിടെയാണ് സുജയ? ഇങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു. ഈ മാസം വരെ എലിജിബിൾ ആയിട്ട് നമുക്ക് കിട്ടാനുള്ളതാ. ശരാശരി 10 മാസം 12 മാസം വൈകിപ്പിച്ചാണ് കേരളത്തിലെ പല ഫണ്ടുകളും കേന്ദ്രത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. പക്ഷേ ആ കാശ് എന്നിട്ട് പോ. തരാനുള്ള നായ്ക്കൾ തന്നാലല്ലേ കൊടുക്കാനുള്ള നായ്ക്കൾക്ക് കൊടുക്കാൻ പറ്റൂ. ഞാൻ അതിനു മുൻപ് ചോദിച്ചല്ലോ, കേരളത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നേടിയെടുക്കുന്നില്ല? മറുപടി ഉടനെ വേണം. കുറച്ച് വെയിറ്റ് ചെയ്യും, കയ്യോടെ തന്നുവിടാം. മറുപടി നേടിയെടുത്തു. എന്താ മറുപടി നേടിയെടുക്കുന്നത്? ഇപ്പൊ തരും. എപ്പ തരും? ഞാൻ തരാം. തരാന്ന് പറഞ്ഞ എപ്പ തരും എന്ന് പറ. ഞാൻ തരാന്ന്. എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത് ഓക്രിത്രം പറഞ്ഞാലുണ്ടല്ലോ, ഇടിച്ച് എല്ലായിടത്ത് പിച്ചാത്തി പിടിയിട്ടുള്ള ഞാൻ കണ്ടില്ല. റീസൺ ചോദിക്കുമ്പോൾ എന്താ മറുപടി? സുജയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ സുജ മറുപടി പറയുന്ന പോലെയാ. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. ആ ഉപമയൊന്ന് മാറ്റി വെക്കണം. സുജയോട് ചോദിക്കുന്ന ചോദ്യത്തിന് സുജയ്ക്ക് മറുപടി പറയാൻ അറിയാം. കേൾക്കൂ, ആ ഉപമ വേണ്ട സർ. കേൾക്കൂ, ഇത് കേൾക്കൂ. അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട. അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട. നിന്റെ ഡയലോഗ് എന്റെ വാക്കാണ്. അത് ലോ ക്ലാസുകൾ ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഹൈ ക്ലാസുകൾ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. കേൾക്കൂ സുജയ, ആദ്യം എന്തുകൊണ്ടാണ് കേന്ദ്രം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിലേക്ക് NHMന്റെ പേരിൽ കൊടുക്കാനുള്ള 636 കോടി രൂപ കൊടുക്കാത്തത്? അടുത്ത മാസമാകട്ടെ. എനിക്കൊരുത്തൻ തരുന്നുമില്ല, ഞാൻ എല്ലാവർക്കും കൊടുക്കണം. അതാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സുജയ അല്ലല്ലോ കേന്ദ്രം ഭരിക്കുന്നത്. പിന്നെ താൻ എന്തിനാണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞത്? ഈ 636 കോടി രൂപ കൊടുക്കാത്തതിന്റെ കഥ എന്താണെന്നറിയോ? കണക്ക് കൊടുക്കാത്തോണ്ടല്ല, ബ്രാൻഡിങ്. അതാണ് വിഷയം. ലൈഫ് മിഷന്റെ പേരിൽ ബ്രാൻഡിങ്, അതാണ് വിഷയം. ആ പടം വയ്ക്കണം, ആ കക്കൂസിലും വീട്ടിലും പടം ഒട്ടിച്ചാൽ മാത്രമേ പണം തരത്തുള്ളൂ എന്ന് പറയുന്ന ബ്രാൻഡിങ്. പോയിന്റ് മനസ്സിലായോ? എടോ, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒന്ന് മനസ്സിലായി. നോക്കൂ, ഇത് മാത്രമല്ല, അർബൻ ലോക്കൽ ബോഡി ഗ്രാന്റ് 513 കോടി രൂപയാ. എല്ലാം പാസ്സായിരിക്കും. എന്താ തരാത്തത്? സർക്കാരല്ലേ, സാമ്പത്തിക ഞെരുക്കം കാണും. ഹെൽത്ത് ഗ്രാന്റ് 725 കോടി രൂപ. തരാത്തത് എന്താ? ഇപ്പൊ 100 കോടി നമ്മൾ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് റിലീസ് ചെയ്തു. ബാക്കി എന്താ പൈസ തരാത്തത്? ഈ ഉളകൾ ഇങ്ങനെ തുടങ്ങി നമ്മളെങ്ങനെ ജീവിക്കും? ഒരു കാശിന് കൊള്ളില്ല, 9 കാശിന് ഉപദ്രവവും. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.